ഇപ്പോഴേ പെണ്ണും പിള്ള അവനെ പൈസ കൊടുത്ത് കുടിപ്പിക്കും. പിന്നെ വേവിച്ചെന്ന് പറയുന്ന സിനിമാക്കാരനുണ്ടല്ലോ, അവൻ ചില ഫോറിൻ കുപ്പികളുമായിട്ടൊക്കെ ഇടയ്ക്ക് വരും. അയാൾ ഇതിനെ കുപ്പി കൊണ്ട് കൊടുക്കുന്നേ? എടി സുഷമേ, ഈ സുന്ദരി പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ വരുത്തന്മാര് വന്ന് കള്ള് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ അവന്റെ കണ്ണേ കോഴിക്കൂട്ടിലായിരിക്കത്തില്ല, അതറിയാമോ? ആ അത് ശരി. അപ്പൊ വരുത്തവാക്കാണ് ഇവിടുത്തെ പരിപാടി. ആനിക്കൊച്ചനെ നിന്നൊടുക്കത്തില്ല, അവൾ ആൻസിയേക്കാൾ മിടിക്കുക. മിടിക്കായിട്ടെന്താ, രണ്ടെണ്ണത്തിന് അവിടെ തെറ്റിച്ചില്ലേ? ഇനിയിപ്പൊ കള്ളു മേടിച്ചു കൊടുത്ത് കടത്തുകയും ചെയ്യും, അവളെ നാട് കടത്തി കൊണ്ടുപോവുകയും ചെയ്യും. വരാതെ സൂക്ഷിച്ചാ അവക്കും കൊള്ളാം, അവക്കടെ കെട്ടിയാനും കൊള്ളാം. ഓ നടുവും കഴിക്കുന്ന കിടക്കണ്ട ചായ, സമയം ഒത്തിരിയായി. ഓ നടു അടിച്ചിട്ട് വയ്യ. അരേടി നീളമുള്ള ഈ കട്ടില് കാണുമ്പോഴാ എനിക്ക് ഒന്ന് നടു തുറന്ന് കിടക്കാനും സ്ഥലമില്ല. എടി നീ മുകളിൽ കിടന്നു, ഞാൻ പാ വിരിച്ച് താഴെങ്ങാനും കിടന്നോളാം. പിള്ളേരുള്ളപ്പോ എന്തൊരു ജീവനായിരുന്നു. സത്യച്ചായ ഇപ്പൊ ആവിയുമില്ല അനക്കവുമില്ല. ആൻസി കൊച്ച് എങ്ങനെ കിടന്ന് ഉറങ്ങുമോ എന്തോ. ഞാനും അതാ ചിന്തിക്കുന്ന അച്ചായ. സുഷമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് ചെല്ലേ, 1-2 ദിവസം നീ അവിടെ കൂടെ കിടന്നുറങ്ങ. ശരി അച്ചായ, ഞാനും അതാ വിചാരിച്ചത്. ഒറ്റയ്ക്ക് കിടന്ന് കുഞ്ഞു കിടന്ന് നീറുമായിരിക്കും, അവളെ ഒറ്റയ്ക്ക് കിടത്തണ്ട. ഒരു കാര്യം ചെയ്യേ, അച്ചായ വാദം പിടിച്ച് താഴെ ഒന്നും കിടക്കണ്ട, ഇവിടെ കാണാൻ കയറി കിടക്ക്. ഞാൻ മോളുടെ കൂടെ പോയി കിടക്കട്ടെ. ആ നീ ചെല്ലേ. ചൂടുവെള്ളം വല്ലതും വേണമെങ്കിലേ പറഞ്ഞാരേ. ആ പറയാം. മോളെ മോളെ കല്യാണവും കഴിച്ചിട്ടില്ല, പ്രസവിച്ചിട്ടുമില്ല. പക്ഷേ 2 കുഞ്ഞുങ്ങളെ കൈവിട്ടു പോയ പെറ്റ തള്ളയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് സുഷമയ്ക്ക് മനസ്സിലായി. മോളെ, മോള് വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും.